അപ്പോൾ ഇന്നത്തെ ഇൻട്രോയില് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് എല്ലാം തീർന്ന് എല്ലാം തിന്ന് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇവിടെ കയറി വരുന്ന സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ന്യൂസ് ചാനലുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് ചാനലുകാരിങ്ങനെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇതിൽ കൂടെ കാണാം. അപ്പോൾ ഇത് റഹനത്താൻ്റെ വീട്ടിലാണ് വന്നത്. റഹനത്ത് ആരാണ് എന്താണ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഹോം ബേക്കറാണ്. എറണാകുളത്ത് ഇത് എവിടെ വീട്? ഞാൻ ഹൈക്കോർട്ടിൻ്റെ അവിടെയാണ്, പനമ്പള്ളിനഗറിൽ ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട് ശരിക്കും ഹൈക്കോർട്ടിൻ്റെ അവിടെയാണ്. ഞാൻ ഹോം ബേക്കറാണ്. എനിക്കും ഇത് തന്നെ കുക്കിംഗ് തന്നെയാണ് പാഷൻ. ടീച്ചിങ് ആയിരുന്നു, ബേസിക് പ്രൊഫഷൻ ടീച്ചിങ് ആണ്. ഇപ്പോൾ കുക്കിങ്ങിലോട്ടാണ്. വീട്ടിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. കേക്ക്സും പിന്നെ ബിരിയാണി. തൻ്റെ സീക്രട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഷമീമിൻ്റെ സവാള വറുക്കുമ്പോഴുള്ള ഏലക്കൊക്കെ ഇട്ട് ഷുഗറെല്ലാം ഇട്ട് കാരമലൈസ് ചെയ്തിട്ട് ഞാനും ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ സെയിൽ ചെയ്യണം, അങ്ങനെ തന്നെയാണ്. അവിടെ നല്ല ക്വാളിറ്റി ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടേസ്റ്റ്. പിന്നെ എനിക്ക് ഇത് ഉമ്മ, ഇത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ ഒരാളും കൂടി. അത് മോളാണ്. ആഫ്റ്റർ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞാൻ ഫുഡ് സ്റ്റൈലിസ്റ്റ് ആണ്. ഈ കുക്കിങ്ങിനൊക്കെ അതെ 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 ഞാൻ ഫുഡ് സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ ആള് ഫോട്ടോ. അതെ 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 അപ്പം ഞങ്ങൾ അങ്ങനെ കമ്പൈൻ ചെയ്ത് പോകുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ലായിരുന്നു ചിക്കൻ ചെയ്തത്, നന്നായിട്ടുണ്ടായിരുന്നു. ഇവരെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിങ്ങിൽ ഇവരെ സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ അടുത്ത് ഫുഡീസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്, നമ്മളെ FB ഗ്രൂപ്പാണ്. FB ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ലാമിയ പറഞ്ഞു, ലാമിയൻ്റെ 2-3 ലാമിയ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വിളിക്കും, നിങ്ങൾ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്ക്, കൺവീനിയൻ്റ് ആണെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് ഇന്നലെയാണ് നിങ്ങൾ വിളിച്ചത് അല്ലേ? അന്നേരം തന്നെ അപ്പോൾ ഇന്ന് അത് സെലക്ട് ചെയ്യാനും കാരണം ഇന്ന് ന്യൂസ് ചാനലുകാരും വിളിച്ചു. ന്യൂസ് ചാനലുകാർ വിളിച്ച് ഒന്ന് നിങ്ങളെ ഒരു ഷൂട്ട് എടുക്കാൻ പറ്റുമോ, നിങ്ങൾ ഇങ്ങോട്ട് എറണാകുളം എത്തി എന്നൊക്കെ അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചടപടേ അറേഞ്ച് ചെയ്ത കേട്ടോ ഇന്നത്തെ ഫുഡീസ് ഇന്റർനാഷണൽ. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ യൂട്യൂബിൽ എല്ലാവരും ഉണ്ട്. ഷമീമിന്റെ ചാനലിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡീസ് ഇന്റർനാഷണലും ഉണ്ട്. അപ്പം അങ്ങനെയും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാവരും ഫുഡിനോട് ഇഷ്ടമുള്ളവരാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിന്റെ പാർട്ട് ഇതൊക്കെ കാണിക്കാം. നല്ലൊരു സ്പെഷ്യൽ അൽഫാം ചെയ്ത് കൊടുക്കുന്നതെന്ന്. അതെ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വെരി ഈസി. ആരെങ്കിലും ഗസ്റ്റ് വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. പാനിൽ തന്നെ നമ്മൾ ചെയ്ത് തരുന്നത്. ഇപ്പോൾ അതിന് ഓവൻ വേണം, അല്ലെങ്കിൽ ഗ്രില്ലിങ് അത് ചെയ്യണം ഇത് ചെയ്യണം, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പാനിലെ ഷമീം ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 25 മിനിറ്റ്സ് അല്ലേ കുക്കിംഗ് നമ്മളെടുത്ത്, 25 to 30 മിനിറ്റ്സ് കുക്കിംഗ് എടുത്തു. നല്ലായിരുന്നു. അതെ അതെ കഴിക്കുന്നത് ഞങ്ങളല്ല, ഷമീം. അൽഫാമിൻ്റെ മാരിനേഷനിലേക്ക് ഞാനിപ്പോൾ 2 ഫുൾ കോഴി അൽഫാമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 2.5 ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. 2.5 ടേബിൾ സ്പൂണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെപ്പർ. കൂടുതൽ സ്പൈസി ആയിട്ട് ചെയ്യുന്നില്ല. 1 ടീസ്പൂണ് പെപ്പർ. പിന്നെ ഏലക്കായ് പൊടി 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. ഏലക്കായ് പൊടി ഇത്തിരി കൂടുതലാണ്, നല്ല ഫ്ലേവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ് പൊടി 1/2 ടേബിൾ സ്പൂണ്. പിന്നെ മയണീസാണ് ഇതിലുള്ള ഒരു ട്വിസ്റ്റായിട്ട് വരുന്നത്. മയണീസ് നല്ല തിക്കുള്ള മയണീസ് തന്നെ ചേർത്ത് കൊടുക്കുക. ഏകദേശം നിങ്ങൾ 2 അൽഫഹാമിന് 1/2 കപ്പോളം മയണീസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒറിഗാനോ 1 ടേബിൾ സ്പൂണോളം വേണം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 അൽഫാമാണല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുമായി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മയണീസിൽ ചെറുതായി ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഉപ്പിന് അതിനനുസരിച്ചായിരിക്കണം ബാക്കി ഉപ്പ് ചേർക്കേണ്ടത്.
ഇതിന് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് 24 hours വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കട്ടിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ഓപ്പൺ ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിങ്ങിൻ്റെ ലിങ്ക് ഞാൻ മുമ്പ് ഞാൻ വേറൊരു അൽഫാം ചെയ്യുന്ന സമയത്ത് കട്ടിങ് കാണിച്ചിട്ടുണ്ട്. ഈ കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇവിടെയും കണ്ടോ, ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഒരു ബട്ടർഫ്ലൈ പോലെ. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ഇത് ഫ്ലാറ്റ് ആയിട്ട് വരും, എല്ലാ ഭാഗവും കറക്റ്റ് ഗ്രില്ലായി വരും. ഈ ഒരു കട്ടിങ് ഞാൻ എൻ്റെ ലിങ്കിലിടാൻ ഞാൻ മുമ്പ് വേറൊരു ടൈപ്പ് ഓഫ് അൽഫാം ചെയ്തിട്ടുണ്ട്. ആ അൽഫാമിൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട് കട്ടിങ്. അപ്പോൾ ഇതിൽ വെറുതെ ലെങ്തി ആക്കണ്ടല്ലോ, അങ്ങനെ ഉള്ള ഇതാണ്. നിങ്ങൾ ഈ കട്ടിങ് ചെയ്യുക. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏകദേശം ഒരു 24 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അതല്ല എങ്കിൽ മിനിമം 2 മണിക്കൂർ എങ്കിലും ഈ മാരിനേഷൻ ചെയ്തിട്ട് എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ തവയിൽ ചെയ്തെടുക്കുക, അടുപ്പിൽ ചെയ്തെടുക്കുക, ഓവനിൽ ചെയ്തെടുക്കുക, എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, ഇത് ഓരോന്നോരോന്നും മാരിനേറ്റ് ചെയ്ത് എടുത്തു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, കുക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു ക്യാമറ ആ സൈഡിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ക്യാമറ ഷൂട്ടിങ് വെച്ചാൽ ചാനലിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അവരിങ്ങനെ ഞാൻ ഇടുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഓടി വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഹോം കുക്കിങ്ങിൻ്റെ ഇതിൽ കാണാൻ പറ്റാതാ നമ്മളെ 24 ന്യൂസിൻ്റെ. നിങ്ങളെ ക്യാമറമാൻ്റെ ഒന്ന് പരിചയപ്പെടാം, ഒന്ന് പേര് പറഞ്ഞോ. സ്വാതി കൃഷ്ണൻ. മൂപ്പര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഈ തൊഴിലെടുത്ത് എൻ്റെ പോലെ ഈ തൊഴിലെടുത്ത ആളാണ്. ജേർണലിസം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ ജേർണലിസം കഴിഞ്ഞു, എന്നിട്ട് പിന്നെ ക്യാമറ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പാഷൻ, ഇതാണ് നമ്മുടെ പാഷൻ. പിന്നെ ഇപ്പുറത്തുള്ള ആൾ രാഹുൽ വിജയൻ. മൂപ്പര് ഇടുക്കിക്കാരണം. മൂപ്പരെ വീട്ടിൽ ഞാൻ പരമാവധി ചിലപ്പോൾ പോവും. നിങ്ങളെ പേര്? അനിൽ ആൻ്റണി. ഓക്കെ. ഇപ്പോൾ ഈ 3 ടീമുണ്ട് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്കിങ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഞാനിവിടെ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ബട്ടർ ഇടാം, പാനിലേക്ക് ബട്ടർ ഇടാൻ. ആ പാനിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പീസായിട്ട് തന്നെ ചെയ്യുക. ബട്ടർ ഇട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ, ജസ്റ്റ് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഒരു പീസ് മാത്രം ഇതിൽ ഇടാം. നിങ്ങൾക്ക് ഓവനിൽ ഇടണമെങ്കിൽ ഓവനിൽ ഇടാം. എന്നുവെച്ചാൽ 160 അല്ലെങ്കിൽ 170 ഡിഗ്രി നിങ്ങളുടെ ഓവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 25 മിനിറ്റ്സ് കേട്ടോ, 20 to 25 മിനിറ്റ്സ്. 160 ഇടാണെങ്കിൽ 25, 170 ആണെങ്കിൽ 20 മിനിറ്റ്സ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഗ്രില്ലിലാണെങ്കിൽ, തവയിലാണെങ്കിൽ, അല്ല ചാർക്കോളിലാണെങ്കിലും നിങ്ങൾ സ്ലോലി കുക്ക് ചെയ്തെടുക്കുക. ഓവർ ഹീറ്റാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. നല്ല നല്ല മണമാണ് ഇത്. കുക്ക് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല ഫ്ലേവർ മണമാണ്. ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. ആയിക്കഴിഞ്ഞോടെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നിരത്തി കുറേ പാനിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രഹനത്ത പിന്നെ നല്ല ബട്ടറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ബട്ടറിൽ ആ ചിക്കനും ഗാർലിക്കും ഒക്കെ ആ മുരിഞ്ഞ് വരുന്ന സ്മെല്ല് സൂപ്പർ. ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം അല്ലേ? കാണിക്കാം കേട്ടോ. ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ കഴിക്കുന്ന പാർട്ടിലേക്ക് പോവാം. അപ്പോൾ റഹനത്തിയും മക്കളും എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ, പിന്നെ ബാക്കിയുള്ള 24 ന്യൂസിൻ്റെ ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും ഇരുന്ന് ലാവിഷായിരുന്ന് കഴിക്കാം അല്ലേ? ഓക്കെ വാ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഓൾ ടീം. ഇവിടെ ആണെങ്കിൽ ഞാനാകെ ചെയ്തത് ഈ ഒരു സംഭവം, ബാക്കിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റഹനത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കഴിക്ക്, ഞാൻ റിവ്യൂ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കൂടെ കഴിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ക്യാമറയിൽ പരിചയപ്പെട്ട ആളാണ്. ബാക്കി ഇത് ഉമ്മാനെ കാണിച്ചിട്ടില്ല, ഉമ്മാനെ ഇപ്പോഴാണ് കാണുന്നത്. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് നിങ്ങൾ കഴിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പറയാം. രാഹുൽ മയണീസ് കൂട്ടിയിട്ടും കഴിക്കാം, കൂട്ടാതെയും കഴിച്ചിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ റിവ്യൂ മാത്രം എടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് ഫുഡ് കഴിക്കുന്നതിലേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ ഇവിടെ ഷൂട്ടും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ സൈഡിലതാ ക്യാമറമാൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. മൈക്ക് എടുത്തോ. എന്താണ് ഫീൽ ചെയ്തത് അത്? എങ്ങനെ? ഞാൻ നല്ല ലെഗ് പീസാണ് എനിക്ക് കിട്ടിയത്. നല്ല ജ്യൂസിയാണ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, കാരണം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തുള്ളൂ. അപ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ടൈം ഉണ്ടായില്ല, അതുകൊണ്ട് വളരെ കുറച്ച് നേരമാണ് മാരിനേറ്റ് ചെയ്തത്. പക്ഷെ നല്ല സോഫ്റ്റാണ്. പിന്നെ ഷമീം ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് രാഹുൽ. അപ്പോൾ ആണോ? ഇതാ മൈക്കോണോ? ആണോ? എങ്ങനെയുണ്ട്? എനിക്ക് റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല. അത് മതി.
അപ്പോൾ ഓക്കെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ പറയാം. ഞാൻ ഇങ്ങനെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്നാലും ഉമ്മ ഇഷ്ടപ്പെട്ടാ? നന്നായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ എല്ലാവർക്കും ഇവിടുന്ന് ബബായ് പറയാം, വൈൻഡപ്പ് പറയാം അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ട ഇതൊന്ന് ലൈക്ക് ചെയ്യ്, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് റിവ്യൂസ് പറ, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റ്സ് പറ, റിപ്ലൈ പറ. അപ്പോൾ ഓക്കെ, നമുക്ക് ടാറ്റ ബബായ് കൊടുക്കാം എല്ലാവർക്കും. ഓക്കെ, ടാറ്റ ബബായ്.